ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഷടപടേ എന്നുള്ളൊരു ടൈലറിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സംഗീതനായിട്ടുണ്ട്. അപ്പം മെറൂൺ ആണ് നമ്മുടെ കളർ തീം വരുന്നത്. മെറൂൺ ഡ്രസ്സിന് ഞാൻ കുറേ പയറ്റി നോക്കി. അവിടെ 4-5 ദിവസത്തെ പരിപാടി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തേക്കുള്ള ഡ്രസ്സ് വാങ്ങണ്ടേ, നമുക്ക് പറ്റുന്ന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ച് മെറൂൺ കളർ ഒരു സാരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ സാരി വെച്ച് ഒരു കീച്ചാന്ന് വിചാരിച്ച് ഞാൻ സാരി തുരുതുരാ വെട്ടി. അളവൊന്നും വെച്ചിട്ടില്ല, ഒക്കെ ഒരു സുമാറാണ്. എൻ്റെ അളവല്ലേ എനിക്ക് ഏകദേശം അറിയാനുള്ള അഹങ്കാരത്തിലാണ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ലൈനിങ്ങിൻ്റെ പണിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ലൈനിങ് വെട്ടി ഏകദേശം സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്മായിമ്മേൻ്റെ സാരിയാണ് കേട്ടോ. മെറൂൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കളർ ഉണ്ടല്ലോ, ഇത് സാരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്നു. എന്നാൽ പിന്നെ അതുമ്പോൾ തന്നെ പണിയാം എൻ്റെ താജ്മഹൽ എന്ന് വിചാരിച്ച് ഞാൻ വെട്ടി. യോക്കൊക്കെ ഏകദേശം വെട്ടി. ഇതിൽ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോണുള്ള ഭാഗം മേലോട്ട് യോക്കിനെടുത്ത് പിന്നെ താഴോട്ടുള്ള ഭാഗത്തിൻ്റെ അറ്റത്തും കൂടി സ്റ്റോൺ വരുന്ന രീതിക്കാണ് ഞാൻ അടിക്കാമെന്നിപ്പോൾ വിചാരിക്കുന്നത്. അപ്പം വെട്ടിയതൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ അടിച്ച് വിടുന്നുണ്ട്. എന്തായാലും ഇത് താഴോട്ടുള്ള പീസാണ്. അപ്പോൾ താഴോട്ടുള്ള പീസ് കട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെഡിയാക്കാനേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നത് അടിക്കാൻ ഇരിക്കാനാണ്. ഏകദേശം സെറ്റായി. അപ്പോൾ ഞാൻ പിന്നെ മെഷീൻ്റെ അടുത്തേക്ക് മെല്ലെ പോയി. അങ്ങനെ മെഷീൻ മേലെ അത് വെച്ച് കുറേ കളിച്ച് ആദ്യം തന്നെ ഞാനതിൻ്റെ യോക്ക് ആണ് അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെക്ക് കട്ട് ചെയ്യാൻ എന്നോട് മറന്നുപോയിട്ടായിരുന്നു. ടൈലറിങ്ങിൻ്റെ ടേബിൾ മേലെ എത്തിയാലാണ് നെക്ക് കട്ട് ചെയ്യാത്ത ഓർമ്മ വന്നത്. അന്നേരം ഞാൻ നെക്കൊക്കെ കട്ട് ചെയ്ത്, നെക്കും ഒരളവും ഇല്ലാണ്ട് ഞാൻ എന്ത് ധൈര്യത്തിലാണ് കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇന്നാണ് എന്താ പറയുക സംഗീതം. ഞാൻ എന്നാണോ ഇത് വെട്ടി അടിക്കുന്നത് അന്ന് വൈകുന്നേരമാണ് സംഗീതമായിട്ട് വരുന്നത്. ഞാൻ അടിക്കുന്നത് ഉച്ചയ്ക്കാണ്. ഇത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നല്ല സ്പീഡിൽ തന്നെയാണ് ഞാൻ അടിച്ചു വരുന്നത്. വീഡിയോ അല്പം സ്പീഡാക്കിയിട്ടുണ്ടെങ്കിലും നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞാൻ അടിക്കുന്നത്. ഞാൻ നോക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റോൺ എനിക്ക് പണി തന്നു ഗൈസ്. എൻ്റെ സൂചി പൊട്ടിയിട്ടുണ്ടായിരുന്നു. സൂചി പൊട്ടുക, നൂല് പൊട്ടുക, ഇത് തന്നെ പരിപാടി. ഈ സ്റ്റോൺ കുടുങ്ങിയിട്ട് പിന്നെ ആ സ്റ്റോൺ ഞാൻ കുറേ നുള്ളി കളഞ്ഞ് എൻ്റെ വലത്തെ കൈയിൻ്റെ വിരൽ നല്ല പെയിന് തുടങ്ങി. കാരണം ഞാൻ നഖം കൊണ്ട് ഇങ്ങനെ മാന്തി എടുത്തായിരുന്നു. അങ്ങനെ ആ പെയിന് സഹിച്ച് ഞാൻ വീണ്ടും അടിച്ചു. കാരണം നമുക്ക് മെറൂൺ ഡ്രസ്സ് ഇടണമല്ലോ. അതുപോലെ മെറൂൺ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒക്കെ ഒന്ന് കയറി കാണുക. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് വളരാനാവും. അപ്പോൾ നമ്മളും കൂടി ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചെറുതായി വളരട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക്. അപ്പോൾ നമ്മുടെ നെക്ക് പതിച്ചടിക്കുകയാണ് ഞാൻ. അങ്ങനെ ഏകദേശം അതൊക്കെ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഇപ്പം തന്നെ എനിക്ക് തന്നെ ചെറിയൊരു ബോറടി തുടങ്ങി. അങ്ങനെ സൂചി പൊട്ടി, നൂല് പൊട്ടി, ഇങ്ങനെ കളിക്കും. എനിക്ക് ഒന്നാമത് ഈ സൂചിയിൽ നൂല് കോർക്കാൻ കണ്ണ് നൈസായിട്ട് കാണില്ല ഗൈസ്. അതിനു വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിൽ ചിലപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ബാക്കി അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു യോക്ക് കഴിഞ്ഞ് അടുത്ത യോക്കും കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഞാൻ കട്ട് ചെയ്തായിരുന്നു. ഇനി അതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടണം. അടുത്ത ലക്ഷ്യം അതാണ്. അങ്ങനെ ഷോൾഡർ രണ്ടും നല്ല ഭാഗം രണ്ടും ചേർത്ത് പിടിച്ച് ഞാൻ ഷോൾഡർ കൂട്ടിയടിക്കുകയാണ്. ഞാൻ തിരിച്ച് അകം മറിച്ചിട്ടുള്ള അടിയൊന്നും അടിക്കുന്നില്ല. കാരണം തിരക്കാണ്. എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ വാവ് എന്ന് പറയണം, അകത്ത് നോക്കിയാൽ നല്ല ക്ഷീണമായിരിക്കും. അതുപോലെയാണ് ഞാൻ അടിച്ചു വിടുന്നത്. എന്താ പറയുക, ഒരു നല്ല ടൈലർ അടിക്കുന്ന രീതിക്കേ അല്ല ഞാൻ അടിക്കുന്നത്. അങ്ങനെ അടിക്കാൻ എനിക്കറിയാം. കാരണം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച കുറേ ഐഡിയാസ് ഉണ്ട്, പെട്ടെന്ന് എങ്ങനെ കഴിയുക ആ ഒരു രീതിക്കാണ് ഞാൻ അടിച്ചു വിടുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം അത് കഴിഞ്ഞ് ഇനി അതിൻ്റെ സ്ലീവാണത്. സ്ലീവ് ഞാൻ ഫുൾ സ്ലീവ് ആട്ടോ കൊടുത്തത്. കുറേ നാളെ ഞാൻ വിചാരിക്കുന്നത് ഫുള്ളിങ്ങനെ ഇത്താത്തമാരെ കൈയൊക്കെ ഇങ്ങനെ ഫുള്ളായി കിടക്കുന്നത് അതുപോലത്തെ ഒരു ഡ്രസ്സ് അടിക്കണമെന്ന്. അപ്പോൾ അത് അടിച്ച് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഇത് എന്ത് ഡ്രസ്സാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിന് യോക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴോട്ടുള്ള പീസ് വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ലെങ്ത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ കൂടുതൽ ഷോർട്ടാക്കി തന്നെയാണ് വീഡിയോസ് ഇടാറ്. നിങ്ങൾക്ക് ബോറടിക്കില്ല വിചാരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ എനിക്കറിയാം. ഞാൻ ഏകദേശം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്മൻ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നമ്മുടെ
ടൈലറിങ് വീഡിയോസ് ഇതെന്നെ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ നൂല് നന്നായിട്ട് ചിലപ്പോൾ അടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ നൂല് പൊട്ടുക, അല്ലെങ്കിൽ അടിനൂല് തീരുക. ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഗൈസ്? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ താഴോട്ട് ഞാൻ യോക്കിൻ്റെ താഴോട്ട് ഞാൻ വലിയതല്ല ചെറിയതായിട്ടുള്ള പ്ലേറ്റ് വെച്ചാണ് അടിക്കുന്നത്. ഒരുപാടില്ല, കാരണം ഫ്ലെയർ ഒന്നും ആക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇല്ല. ചെറിയ പ്ലേറ്റ് കൊടുക്കുക, ഇതാകുമ്പോൾ വേഗം കഴിയും. അപ്പം ചെറിയ ഒരുപാട് വലുതല്ല, കാരണം കുറച്ച് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്കി കൊണ്ട് ഇനി ഒരു ചുരിദാർ അടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത്രയും ഞാൻ പ്ലേറ്റ് വെക്കുന്നുള്ളൂ. ഈ ഒരു ഫംഗ്ഷനല്ലേ ഇപ്പോൾ ഇത് പ്രധാനമായിട്ടുള്ളൂ. കാണുമ്പോൾ നല്ല ലുക്കായിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് ഇതങ്ങനെ തന്നെ വേണം എന്നുള്ള ഗിരായുള്ള ഒരു മെറൂൺ ഡ്രസ്സ്. മെറൂണാണോ റെഡാണോ എന്ന് വെച്ചാൽ ഒരു മെറൂണിഷ് റെഡ് അങ്ങനെ പറയാം. ചിലർ കാണുമ്പോൾ പറയും ഇത് റെഡല്ലേ, പക്ഷെ എനിക്ക് ഇതിൻ്റെ മെറൂണാണ് കേട്ടോ. എനിക്ക് വേറെ മെറൂൺ തേടി പോകാൻ സമയമില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഏകദേശം സെറ്റായി. അതിൻ്റെ ഇടത്തിൻ്റെ മോള് വന്നിങ്ങനെ വീഡിയോയിൽ വന്ന് കളിക്കുന്നുണ്ട്. അവളൊക്കെ അതാ മെറൂൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുകയാണ്. ഈ ഡ്രസ്സല്ല, ഇത് ഞാൻ മാറ്റി വേറെ ഉടുപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അതൊരു മെറൂണാണ്. അപ്പോൾ അവരൊക്കെ കുളിച്ച് ഒരുങ്ങാനുള്ള പുറപ്പാടില്ല. ഞാനിവിടെ ഇടാനുള്ള ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഇതെനിക്കൊന്ന് വേഗം തയ്ച്ചുകൂടായിരുന്നു. ഞാനെന്തെങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ ഞാനത് അകം മറിഞ്ഞു വയ്ക്കുന്നത് നോക്കുക. സാധാരണ ഞാൻ ചിലപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് തിരിഞ്ഞു പോയല്ലോ എന്നുള്ള ഓർമ്മ എനിക്ക് വരുന്നത്. അപ്പോൾ തിരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല തോന്നുന്നു, കാരണം ഞാൻ വീണ്ടും അടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ ഏകദേശം സെറ്റായി. ഇനി ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം അടിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? ഒരു മണിക്കൂർ പോലും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല അത് അടിക്കാൻ. മുക്കാൽ മണിക്കൂർ ഏറിയാൽ അത്രയും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയ ഡ്രസ്സാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.